എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. ഹിന്ദുക്കൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അസഹിഷ്ണുതയാണ്. എന്താണ് അസഹിഷ്ണുത? അതായത് സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടാണ് ആ അസഹിഷ്ണുത വരുന്നത്. എന്ന് മുതലാണ് ഈ അസഹിഷ്ണുത വന്നത്? അതായത് അറേബ്യൻ ദേശത്ത് നിന്ന് വന്ന ബഹുമതങ്ങളെ ഇവിടെ ഈ സിന്ധ് പ്രവിശ്യ, ഹിന്ദു എന്ന് പറഞ്ഞാൽ സിന്ധ് പ്രവിശ്യയിൽ താമസിച്ചു പോകുന്ന ജനങ്ങളെ ആയിരുന്നു, അധിവസിച്ച ജനങ്ങളെയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സിന്ധ് പ്രവിശ്യയിൽ അധിവസിച്ച് വന്നിരുന്ന ഈ ജനങ്ങൾ, അവരുടെ പിൻതലമുറ, നമ്മുടെ മുൻ തലമുറ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് ഉടുക്കാൻ വസ്ത്രവും താമസിക്കാൻ സ്ഥലവും കുടിക്കാൻ വെള്ളവും കൊടുത്തതിൻ്റെ അസഹിഷ്ണുതയാണ് നമ്മൾ ഇന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പതുക്കെ കയ്യേറി, പിന്നെ മുമ്പേറി, പിന്നെ അകത്ത് കയറിയിട്ട് താൻ എവിടുന്ന് വന്ന് എന്ന് ചോദിച്ച ഒരു പാരമ്പര്യമാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസഹിഷ്ണുത. ഇത് ഞാൻ ഒരു മതത്തെയും പറയുന്നതല്ല. ജന്മം കൊണ്ട് ഹിന്ദുവായ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് തുടങ്ങി വയ്ക്കുന്നത്. കാരണം ഹിന്ദു എന്താണെന്ന് വ്യക്തമായിട്ട് ഇത് പറഞ്ഞതിന് ശേഷമേ ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹിന്ദു എന്നതൊരു മതമല്ല, ഇതൊരു സംസ്കാരമാണ് എന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ എടുത്തു വെച്ചിട്ട് ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയാം. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഹിന്ദു എന്നടിച്ചു നോക്കിയാൽ ഒരു മതസ്ഥാപകനുണ്ടോ, ഹിന്ദു എന്താണ്, ഹിന്ദുവിനൊരു മതമുണ്ടോ, ഹിന്ദു ഒരു മതസ്ഥാപകനാണോ? എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസം മുന്നിലാണ്, ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അവർക്കും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയാം. അപ്പോൾ അവർക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഹിന്ദുക്കൾക്കൊരു മതമുണ്ടോ? ഉണ്ട്. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി, ധർമ്മത്തിൽ ഊന്നി നിൽക്കുന്ന, ധർമ്മത്തിൽ അടിയുറച്ച മതമാണ് ഹിന്ദുമതം. ഹിന്ദുക്കൾക്കൊരു മതസ്ഥാപകനുണ്ടോ? തീർച്ചയായും ഉണ്ട്. സർവശക്തനായ ഈശ്വരൻ. ഹിന്ദു വിളിക്കും ഈശ്വരനെന്ന്, മുസ്ലിമും വിളിക്കും അള്ളാ എന്ന്, ക്രിസ്ത്യൻസ് വിളിക്കും യഹോവ എന്ന്, ജൂതനും വിളിക്കും യഹോവ എന്ന്, ജൈനനും വിളിക്കും ഈശ്വരൻ എന്ന്. അതാണ് സർവശക്തനായ ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും എന്നറിയാനുള്ള ജ്ഞാനം എന്നുദിക്കുന്നുവോ അന്ന് അസഹിഷ്ണുത മാറും. നന്ദി, നമസ്കാരം.